സംഭവം വേറൊന്നുമല്ല, മൊത്തം കിലോമീറ്റർ കുറച്ച് വണ്ടിയാണ്. 65,000 കിലോമീറ്റർ, 70,000 കിലോമീറ്റർ, 80,000 കിലോമീറ്റർ പിടയ്ക്കുന്ന വണ്ടി എന്നും പറഞ്ഞ് വിൽക്കുന്ന വണ്ടിയൊക്കെ ചിലപ്പം 1.5 1.25 ഓടിയ വണ്ടിയായിരിക്കും. ഇപ്പം കുറേ പൊട്ടന്മാർ വരും. എന്താ പറഞ്ഞെന്നറിയോ? പെയിൻറ്റ് തിക്നെസ് മാത്രം നോക്കുന്ന മീറ്ററുമായിട്ട് വെച്ച് നോക്കിയിട്ട് ഈ വണ്ടി കൊള്ളാവോ ഇല്ലയോ എന്ന് പറയാൻ അങ്ങനെ നടക്കുന്ന ടീമുകളെ ഒന്നും കൺസൾട്ട് ചെയ്യാതെ 25,000 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയിലൊക്കെ ഇത്തരം തേയ്മാനം വരാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. നല്ല രീതിയിൽ ഓടണം. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു അനുഭവത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ ഒരു ചതി, വണ്ടി കച്ചവടത്തിൽ വരുന്നൊരു ഏറ്റവും വലിയൊരു ചതി എന്ന് വെച്ചാൽ, അതായത് ഇപ്പം ഇടിച്ച വണ്ടി, എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള വണ്ടികൾ നല്ലതാണ് പറഞ്ഞ് നമ്മൾക്ക് തരുന്നത് അതൊരു പ്രശ്നമല്ല. കാര്യം വെച്ചാൽ അത് നമുക്ക് നോക്കിയും കണ്ട് എടുത്താൽ തീരാവുന്ന കേസുകൾ. പക്ഷേ വലിയൊരു ഫ്രോഡ് പരിപാടി എന്താ പറയുമോ? വലിയൊരു ഫ്രോഡ് പരിപാടി അതെന്ന് വെച്ചാൽ വണ്ടിയുടെ കിലോമീറ്റർ മറിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ അടുപ്പിച്ച്, അതായത് ഈ ഒരു ഓണത്തിന് മുമ്പും ഓണത്തിന് ശേഷവും ഒറ്റ വണ്ടി വന്നുള്ളൂ. ഓണത്തിന് മുമ്പ് ഒരു 3-4 വണ്ടി അടുപ്പിച്ച് വന്നായിരുന്നു. സംഭവം വേറൊന്നുമല്ല, മൊത്തം കിലോമീറ്റർ കുറച്ച് വണ്ടിയാണ്. 65,000 കിലോമീറ്റർ, 70,000 കിലോമീറ്റർ, 80,000 കിലോമീറ്റർ പിടയ്ക്കുന്ന വണ്ടി എന്നും പറഞ്ഞ് വിൽക്കുന്ന വണ്ടിയൊക്കെ ചിലപ്പം 1.5 1.25 ഓടിയ വണ്ടിയായിരിക്കും. 82,000 കിലോമീറ്ററിൽ ഒരു വണ്ടി ഇവിടെ കൊണ്ടുവന്നായിരുന്നു. എഞ്ചിൻ, അതായത് ഓയിൽ ചിലവായിട്ടാണ് കൊണ്ടുവന്നത്. സംഭവം എന്ന് വെച്ചാൽ ഒരു ബൊലീറോ പ്ലസ് ആയിരുന്നു വണ്ടി. സംഭവം എന്ന് വെച്ചാൽ സ്കാൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ കിലോമീറ്റർ മറിച്ചാലും ഇതൊക്കെ ചില വാഹനങ്ങൾ, എല്ലാ വണ്ടിയിലും ഈ പറയുന്ന സംഭവം നടക്കത്തില്ല. ഇതിൻ്റെ ABS-ൻ്റെ മൊഡ്യൂളിലും അത് കണക്ക് തന്നെ ഇതിൻ്റെ ക്ലസ്റ്റർ മൊഡ്യൂളിലും അത് കണക്ക് BCM-ലും മറ്റുമൊക്കെ ആയിട്ട് ആക്ച്വൽ കിലോമീറ്റർ രജിസ്റ്ററായി കിടക്കും. നമ്മളതെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും 1,65,000 67,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കാണ് ആ വണ്ടി 62 അല്ലെങ്കിൽ 65,000 കിലോമീറ്റർ ആക്കി വണ്ടി വിറ്റത്. അത് കണക്ക് വേറൊരു വണ്ടി, അത് ഡസ്റ്ററാണ്. ഡസ്റ്ററിന് നമുക്ക് യഥാർത്ഥ കിലോമീറ്റർ എന്താണെന്നുള്ള അറിയാൻ പറ്റും. അതിൻ്റെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ 81 82 കണ്ടാണ് ആക്കിയേക്കുന്നത്. അത് ഓടിയത് യഥാർത്ഥത്തിൽ ഏതാണ്ട് 1,70,000 1,60,000 എൻ്റെ ഓർമ്മ. അപ്പോൾ അത്തരത്തിൽ കുറച്ച് വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കിലോമീറ്റർ മറിച്ച കേസുകളൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ശരിക്കും പറഞ്ഞാൽ ചില വാഹനങ്ങളിൽ നമുക്ക് സ്കാനിങ് ടൂൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എത്ര കിലോമീറ്റർ ഓടി എന്നറിയാൻ പറ്റും. മറ്റ് ചില വാഹനങ്ങളിൽ വലിയ പാടായിരിക്കും. അതിനുള്ള മാർഗ്ഗങ്ങളെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ വണ്ടിയുടെ കസ്റ്റമറിനോട് സത്യസന്ധമായിട്ട് മറുപടി പറയാൻ പറയുക. അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ചില സിംറ്റങ്ങൾ വെച്ചിട്ട് നമുക്ക് ഏകദേശം പുള്ളിക്കാരൻ പറയുന്ന കിലോമീറ്റർ അല്ലെങ്കിൽ വണ്ടിയിലുള്ള കിലോമീറ്റർ കൃത്യമാണോ എന്നുള്ളത് അനാലിസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം വെച്ചാൽ, ഇത് ഷോറൂമിൽ സർവീസ് ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് വർക്ക്ഷോപ്പുകളിൽ സർവീസ് ചെയ്യുകയാണെങ്കിൽ ഏത് വർക്ക്ഷോപ്പിലാണ് സ്ഥിരം സർവീസ് ചെയ്യുന്നത് ചോദിച്ചിട്ട് ആ വർക്ക്ഷോപ്പിൽ വിളിച്ചിട്ട് ആ വണ്ടിയുടെ ലാസ്റ്റ് ചെയ്തതിൻ്റെ കിലോമീറ്ററോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ കിലോമീറ്ററിൻ്റെ സർവീസ് ഹിസ്റ്ററി, ഇപ്പോൾ അമ്മയിലൊക്കെ ആണെങ്കിൽ വണ്ടികൾ സർവീസ് ചെയ്യുന്നതിൻ്റെ ഹിസ്റ്ററി കൃത്യമായിട്ട് വർഷങ്ങളായിട്ട് ഏത് വണ്ടി ചെയ്യുന്നുണ്ടോ ആ വണ്ടിയുടെയൊക്കെ ഹിസ്റ്ററി നമ്മളതിന് കൃത്യമായിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാം. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളൊരു വണ്ടി നോക്കാൻ പോകുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങളൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കിലോമീറ്റർ ജെന്യൂൻ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. 100% അത് ഞാൻ പറയുന്ന കാര്യങ്ങളുണ്ട്, നമുക്കൊരു അനാലിസിസ് പറ്റത്തില്ല. പിന്നെ എൻജിൻ കണ്ടീഷൻ, ഒരു എൻജിൻ്റെ ശബ്ദം, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു രീതി, വണ്ടിയുടെ ഒരു ആകെ മൊത്തം ഫിഗർ, ഇതൊക്കെ വെച്ചിട്ട് വണ്ടി ആ കിലോമീറ്റർ തന്നെയാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ കിലോമീറ്റർ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനുള്ളൊരു സാധ്യത വരാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ, ഒരു 20,000 കിലോമീറ്റർ ഓടിയ വണ്ടിയൊക്കെയാണെങ്കിൽ അതിൻ്റെ ടയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതായത് ടയറിൻ്റെ ഭാഗത്ത് കൂടുതൽ തേയ്മാനമുണ്ട്, 4 ടയർ ഒരേ കണക്കൊക്കെ തേഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും 2 ടയറുകൾ ഒരുമിച്ച് നല്ല രീതിയിൽ തേഞ്ഞിരിക്കുകയാണ്. വെട്ടി തേയ്മാനമൊന്നുമില്ല, കറക്റ്റ് റെഗുലറായിട്ട് നല്ല രീതിയിൽ തേഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 20,000 ആയിരിക്കത്തില്ല, അതിൽ കൂടുതൽ ഓടിയിട്ടുണ്ടായിരിക്കും. സാധാരണഗതിയിൽ അത്തരത്തിലുള്ള തേയ്മാനം കാര്യങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ കാര്യമായ രീതിയിൽ വണ്ടി ഓടിയിരിക്കണം. അപ്പോൾ ടയർ നോക്കുകയാണെങ്കിൽ ഒരു 30,000-അകത്ത് ഓടിയ വണ്ടിയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ടയർ വെച്ച് 30,000 മുകളിൽ ഓടിയ വണ്ടിയാണോ എന്നുള്ളത് പിടിയിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാൽ ടയറിൻ്റെ ഒരു കേസ് കെട്ടെന്ന് പറഞ്ഞാൽ, ഇപ്പം 30,000 കഴിയുമ്പോഴത്തേക്ക് സാമ്പത്തിക അവസ്ഥ കണക്ക് പലരും പല രീതിയിലായിരിക്കും ടയറിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ 30,000-അകത്ത് ടയർ എന്താണ് കണ്ടീഷൻ എന്നുള്ളതിനനുസരിച്ച് നമുക്ക് കിലോമീറ്റർ ജെന്യൂൻ ആണോ എന്നുള്ളത് നോക്കാം. ഇപ്പം വണ്ടി 25,000 കിലോമീറ്റർ ഓടിയതേ ഉള്ളൂ എന്ന് പറയുന്നു, പക്ഷേ ടയർ പലതും പല ടയറാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഉടായ്പ് കാണും. ടയറിൻ്റെ ഡേറ്റും കൂടെ നോക്കുക, മാനുഫാക്ചറിങ് ഡേറ്റും കൂടെ നോക്കുക. താണ്ട് ഇത് കണക്ക് ടയറിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും കാര്യങ്ങളൊക്കെ വണ്ടി ടയറിൽ കൊടുത്തേക്കും. അത്തരം ടയറിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് കൊടുത്തേക്കുക. ടയറിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും വണ്ടിയുടെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ വണ്ടിയുടെ ഇയറും തമ്മിൽ ടാലി ആകുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കുക. അതുപോലെ വണ്ടി ലോ കിലോമീറ്റർ ആണ്, പക്ഷേ ഇത് കണക്ക്
ഈ ഒരു ഹാൻഡിലിൻ്റെയൊക്കെ സൈഡുകളിലും കാര്യങ്ങളിലൊക്കെ കാര്യമായി പെയിൻറ്റും കാര്യങ്ങളും പോയിട്ടുണ്ടോ നോക്കുക. കാര്യം വെച്ചാൽ നമ്മളിപ്പോഴും കൈ ഇങ്ങനെ പിടിച്ചും മറ്റുമൊക്കെ തുറക്കുന്നതാണ്. അപ്പം അധികമായിട്ട് ഒരുപാട് ഓടിയ വണ്ടിയാണ്, കൂടുതൽ യൂസ് ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിരിക്കും. വണ്ടിയുടെ കൺട്രോൾ സ്വിച്ചുകൾ, എ സിയുടെയും മറ്റുമൊക്കെ കൺട്രോൾ സ്വിച്ചുകൾ, ഗിയർ നോബിൻ്റെ കണ്ടീഷൻ, അത് കണക്ക് തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു നമ്മൾ പിടിക്കുന്ന ഭാഗങ്ങളിൽ വരുന്ന ഒരു തേയ്മാനം, സ്റ്റിയറിങ്ങിൻ്റെ നമ്മൾ പിടിക്കുന്ന ഭാഗങ്ങളിൽ വരുന്ന ആ ഒരു തേയ്മാനം എന്ന് പറയുമ്പോൾ ഭയങ്കര തേയ്മാനമൊന്നുമില്ല, നമ്മൾ കൈയുടെ പാടുകളും ആ ഭാഗമൊക്കെ തേഞ്ഞിട്ട് അതിൻ്റെ ഗ്രിപ്പുകളൊക്കെ പോയി വരുന്നൊരു സംഭവങ്ങൾ, അത് കണക്ക് തന്നെ ഹോൺ പാഡിൽ സ്ഥിരമായിട്ട് ഹോൺ അടിക്കുന്ന ഭാഗത്ത് വരുന്ന ആ ഒരു തേയ്മാനം, അത് കണക്ക് തന്നെ നമ്മളെ വണ്ടിയുടെ ക്ലച്ച് പെഡൽ, ബ്രേക്ക് പെഡൽ, ഇതിൻ്റെയൊക്കെ തേയ്മാനം. ഇത് കണ്ട ഇത്തരത്തിൽ തേയ്മാനമൊക്കെ വരുന്നത് നമുക്ക് നോക്കി ഏകദേശം അത് കൃത്യമാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു തേയ്മാനം സാധാരണഗതിയിൽ വണ്ടി ഓടുന്നതിനനുസരിച്ച് ഇപ്പം ഒരു 25,000-30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയിലൊക്കെ ഇത്തരം തേയ്മാനം വരാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. നല്ല രീതിയിൽ ഓടണം, അത്യാവശ്യം ഒരു 70,000-60,000 മുകളിലൊക്കെ ഓടിയാൽ മാത്രമേ ഇത്തരത്തിൽ തേയ്മാനങ്ങൾ വന്നു തുടങ്ങുള്ളൂ. ഈ ഒരു തേയ്മാനത്തിൻ്റെ ഡീപ്നെസ് അനുസരിച്ച് നമുക്ക് വണ്ടിയുടെ പഴക്കം മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇതൊക്കെ പുതിയതൊക്കെ വാങ്ങിച്ചിട്ടിരുന്ന ഒന്നും പറയാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. പിന്നെ നോക്കാനുള്ള കാര്യം വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് വണ്ടിയുടെ ഔട്ടർ ഹാൻഡിൽ, അത് കണക്ക് തന്നെ ഇന്നർ ഹാൻഡിൽ, അത് കണക്ക് തന്നെ നമ്മൾ പാഡിൽ വരുന്ന ഈ ഒരു ഹാൻഡിൽ, സ്വിച്ചസ്, ലോക്കിൻ്റെ ഭാഗങ്ങൾ, ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും മറ്റുമൊക്കെ പെഡൽ, ആക്സിലേറ്റർ പെഡലൊക്കെ തേയ്മാനം ഉണ്ട്. അതേസമയം അതിൻ്റെ കൂട്ടത്തിൽ കിലോമീറ്റർ ലോ ആണെങ്കിൽ വിശ്വസിക്കുകയേ ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ വണ്ടിയുടെ ഉൾഭാഗം കാണുമ്പം ഒരു പഴക്കം ഫീൽ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതിപ്പോൾ ഗിയർ ലിവറിൽ വരുന്ന, അതായത് കൈ വെച്ച് പിടിച്ച് വരുമ്പോൾ വരുന്നുള്ള തേയ്മാനങ്ങൾ, അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഭാഗത്ത് വരുന്ന തേയ്മാനങ്ങൾ, സ്റ്റിയറിംഗ് വീലിൽ വരുന്ന തേയ്മാനങ്ങൾ, അത് കണക്ക് തന്നെ കോമ്പിനേഷൻ സ്വിച്ചിലും മറ്റും വരുന്ന തേയ്മാനങ്ങൾ, ഹോൺ പാഡിൽ വരുന്ന തേയ്മാനങ്ങൾ, ഇത്തരം തേയ്മാനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണയിൽ എത്താൻ പറ്റും ആ കിലോമീറ്റർ ജെനുവിനാണോ അല്ലയോ എന്നുള്ളത്. പിന്നൊരു ഭാഗമെന്ന് വെച്ചാൽ എൻജിൻ സൈഡാണ്. എൻജിൻ സൈഡിനെ കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, എന്നാലും ചെറിയൊരു ധാരണ തന്നേക്കാം. നിങ്ങൾ പോയി നോക്കുമ്പോഴത്തേക്ക്, ഏത് വണ്ടി ആയിക്കോട്ടെ പോയി നോക്കുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് പണികൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് ഒരു 1-1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. ഒരു 50,000 കിലോമീറ്റർ താഴെ ഓടിയ വണ്ടിയൊക്കെയാണെങ്കിൽ അത് കണക്ക് കാര്യമായ ഓയിൽ ലീക്കുകളോ, അതല്ലാന്നുണ്ടെങ്കിൽ സ്മോക്കോ, അതല്ലാന്നുണ്ടെങ്കിൽ സ്മെല്ലിന് വ്യത്യാസമോ, സ്മോക്കിന്, അതല്ലാന്നുണ്ടെങ്കിൽ ശബ്ദത്തിൻ്റെ വ്യത്യാസമോ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തൽക്കാലം ആ ഒരു വണ്ടി നല്ലൊരു മെക്കാനിക്കിനെ കൺസൾട്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും ഒരു നല്ല മെക്കാനിക്കിനെ കൺസൾട്ട് ചെയ്ത് വണ്ടി കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം മാത്രം വാഹനം എടുക്കുന്നതായിരിക്കും നല്ലത്. ശരിക്കും എൻജിൻ്റെയും മറ്റുമൊക്കെ സ്റ്റാർട്ടിങ്ങിൻ്റെയും അത് കണക്കിന് എൻജിൻ കണ്ടീഷൻ്റെയും എൻജിൻ്റെ ആ ഒരു ഫിഗറൊക്കെ വെച്ചിട്ട് നമുക്ക് വണ്ടി പഴക്കമുണ്ടോ എന്നുള്ളത് ഏകദേശം നല്ലൊരു ടെക്നീഷ്യനായിരിക്കും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗിയറിൻ്റെ ആ ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകാൻ പറ്റും. അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഒരു വണ്ടി എത്ര കിലോമീറ്റർ ആയി, അല്ലെങ്കിൽ ഏകദേശം ഈ പറയുന്ന കിലോമീറ്ററൊക്കെ ആയിട്ട് ടാലി ആവുമോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ വണ്ടി നോക്കാൻ പോകുമ്പോഴത്തേക്ക് വെറുതെ നമ്മളെ തിക്നെസ് മീറ്റർ, അതായത് പെയിൻറ്റ് തിക്നെസ് മാത്രം നോക്കുന്ന മീറ്ററുമായിട്ട് വെച്ച് നോക്കിയിട്ട് ഈ വണ്ടി കൊള്ളാവോ ഇല്ലയോ എന്ന് പറയാൻ അങ്ങനെ നടക്കുന്ന ടീമുകളെ ഒന്നും കൺസൾട്ട് ചെയ്യാതെ നിങ്ങൾ ചെയ്യാനുള്ള വെച്ചാൽ നല്ലൊരു ടെക്നീഷ്യനെ, അതായത് ഇത്തരത്തിൽ ബോഡിയും കാര്യങ്ങളൊക്കെ മീറ്റർ വെച്ച് നോക്കുന്ന, അത് കണക്ക് തന്നെ എൻജിൻ സൈഡായാലും ഗിയർ ബോക്സ് സൈഡായാലും അതിൻ്റെയൊക്കെ ശബ്ദം കേട്ടാൽ, അല്ലെങ്കിൽ ആ വണ്ടി ഓടിച്ച് നോക്കിയാൽ, എൻജിൻ്റെ കണ്ടീഷനൊക്കെ കണ്ടാൽ വണ്ടി ഏതാന്ന് അറിയാവുന്ന, അല്ലെങ്കിൽ എൻജിനെക്കുറിച്ചും മറ്റുമൊക്കെ വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളെ കൺസൾട്ട് ചെയ്ത് വണ്ടി കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അയാൾ നോക്കിയിട്ട് പറഞ്ഞു തരും കിലോമീറ്ററുമായിട്ട് ടാലി ആകുന്നുണ്ടോ, കിലോമീറ്റർ ഒറിജിനലാണോ എന്നുള്ളതൊക്കെ. സ്കാനിങ് ടൂൾ വെച്ച് ആക്സസ് കിട്ടുന്ന വാഹനങ്ങളിൽ നമുക്ക് സ്കാനിങ് ടൂൾ വെച്ചൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇപ്പം കുറേ പൊട്ടന്മാർ വരും. എന്താ പറഞ്ഞതെന്നറിയോ? പിന്നെ വണ്ടി ഇത്തിരി കിലോമീറ്റർ മറിച്ചാണെങ്കിൽ എന്ത്, വണ്ടി നല്ലതാണോ നോക്കിയാൽ പോരെ എന്നുള്ളത്. ശരിയാണ്, കറക്റ്റ് കാര്യമാണ്. വണ്ടി നല്ലതാണെങ്കിൽ കിലോമീറ്ററിൽ പ്രശ്നമാക്കണ്ട, പിന്നെ എന്താ ഉണ്ടാക്കാനാണ് കിലോമീറ്റർ മറിക്കുന്നത്? നല്ല വണ്ടിയാണെങ്കിൽ കിലോമീറ്റർ മറിക്കേണ്ട ആവശ്യം എന്തുവാ? കിലോമീറ്റർ കുറവാണെങ്കിൽ കൂടുതൽ പൈസ കിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ചെന്ന് നോക്കി കാണുമ്പോഴത്തേക്ക് വണ്ടി ഒരു 1.5-1.25 അടുപ്പിച്ച് ഓടിയേക്കുന്നത്. അത് പറഞ്ഞ് ചെറിയ വിലയ്ക്ക് എടുത്തിട്ട് നൈസിന് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന്, ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പുകാരനല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, വർക്ക്ഷോപ്പിൽ കൊണ്ട് ചെന്ന് നൈസിനൊന്ന് തട്ടിക്കൂട്ടി പണിഞ്ഞിട്ട് ആ ഒരു 1.5-1.25 എന്നൊക്കെ ഉള്ളത് ഒരു 65-80 ഒക്കെ ആക്കി നൈസിനങ്ങ് വിൽക്കും. പ്രശ്നം വരുന്നത് എവിടെയെന്നറിയോ? ഇപ്പം നമ്മളിപ്പം ഒരു ഉദാഹരണം പറയാം, 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി ഒരു 70,000-60,000 ആക്കിയെന്ന് വിചാരിച്ചോ. അത് ടൈമിംഗ് ബെൽറ്റ് വരുന്നൊരു വാഹനമാണെന്ന് നിങ്ങൾ വിചാരിച്ചോ. 10,000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക്, അതായത് 80,000 ഈ ടൈമിംഗ് ബെൽറ്റ് മാറണം. 10,000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ടൈമിംഗ് ബെൽറ്റ് മാറാനുള്ള വണ്ടിയാണ് അത്. ഈ 60,000 ആക്കി വിടുമ്പോഴത്തേക്ക്
എന്താ പ്രശ്നം പറ്റുമെന്ന് വെച്ചാൽ ഇത്രയും ഓടിയ വണ്ടിയാണ് എന്നുള്ളത് കസ്റ്റമറിന് ഒരിക്കലും അറിയാത്ത പക്ഷം അദ്ദേഹം കിലോമീറ്ററിനെ വിശ്വസിച്ച്, വണ്ടി കാണിക്കുന്ന കിലോമീറ്ററിനെ വിശ്വസിച്ച് അതിൻ്റെ സർവീസ് അതിനനുസരിച്ച് കൊണ്ടു നടക്കും. ഇപ്പോൾ ഒരു കൃത്യമായിട്ട് ആ ഒരു കിലോമീറ്ററിന്, ഇപ്പോൾ നിലവിൽ വണ്ടിയിൽ ഏത് കിലോമീറ്റർ ആണോ ആ കിലോമീറ്ററിനനുസരിച്ചുള്ള ആ ഒരു ബേസിലുള്ള സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്തുവാ, ഈ വണ്ടിയുടെ ടൈമിംഗ് ബെൽറ്റൊക്കെ കൃത്യസമയത്ത് മാറാതിരിക്കുക, അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് മാറാതിരിക്കുക, ഓയിലൊക്കെ കൃത്യമായിട്ട് മാറാതിരിക്കുക എന്നൊരു രീതിയിലോട്ട് മാറും. അങ്ങനെ വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ കാശും ചിലവാക്കുന്നുണ്ട്, പക്ഷേ വണ്ടി റെഡി ആവുന്നില്ല. വണ്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കിലോമീറ്റർ ജെന്യുവൻ ആണെങ്കിൽ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ആ കിലോമീറ്ററിനനുസരിച്ച് വണ്ടി സർവീസ് ചെയ്ത് റെഡിയാക്കി കൊണ്ടു നടക്കാൻ പറ്റും. കിലോമീറ്റർ മറിക്കുമ്പോഴത്തേക്ക് ഏറ്റവും വലുതായിട്ട് വരുന്നൊരു പ്രശ്നവും ഇത് തന്നെയാണ്. അങ്ങനെ കിലോമീറ്ററിനനുസരിച്ചുള്ളൊരു കൃത്യമായ സർവീസ് ചെയ്യാതെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായി ആ വണ്ടിക്ക് പ്രശ്നങ്ങൾ വരും. ആ വണ്ടി എത്ര നന്നാക്കിയാലും ഓക്കെ ആവാത്ത രീതിയിൽ പോകും. അത് കണക്ക് തന്നെ ഓയിൽ ലീക്കും മറ്റ് വിഷയങ്ങളൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. പഴക്കമുള്ളൊരു വണ്ടിയാണ്, ഇത്ര കിലോമീറ്റർ ഓടിയൊരു വണ്ടിയാണ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ വണ്ടി ഉപയോഗിക്കുന്ന രീതി, സർവീസ് ചെയ്യുന്ന രീതിയിലൊക്കെ വ്യത്യാസം വരുത്തും. ഇത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വർക്കുകളും കാര്യങ്ങളും ചെയ്ത് വണ്ടി വൃത്തിയാക്കി കൊണ്ടു നടക്കാൻ ശ്രമിക്കും. പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും 1,50,000 കിലോമീറ്റർ ഓടിയ വണ്ടി 50,000, 70,000, 60,000 ഒക്കെ ആക്കി വെക്കാൻ നേരത്ത് സ്വാഭാവികമായിട്ടും 60,000 കിലോമീറ്റർ ഓടിയ വണ്ടിയിൽ ഇതിലെന്തോന്ന് വരാനാ എന്നുള്ള ചിന്തയിലായിരിക്കും വണ്ടി കൊണ്ടു കിടക്കുന്നത്. ഈ കിലോമീറ്റർ മറിക്കുന്നതിൽ എന്താ സാമ്പത്തിക ലാഭമല്ല എന്തെങ്കിലും ഉണ്ടയുണ്ടോ? ഇതിൽ എന്തെങ്കിലും ഉണ്ടയുണ്ടോ? സാമ്പത്തിക ലാഭമല്ല എന്തെങ്കിലും ഉണ്ട കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. ഇനിയിപ്പം ഇതിൻ്റെ അടിയിൽ വന്ന് ഏതൊക്കെ വണ്ടിക്കച്ചവടക്കാരന്മാർ എന്തൊക്കെ പറഞ്ഞാലും ഭീഷണിപ്പെടുത്തിയാലും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് പല രീതിയിലുള്ള ഭീഷണികൾ, ഈ വീഡിയോസൊക്കെ ചെയ്താൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞാലും ശരി, ഈ കിലോമീറ്ററൊക്കെ മറിച്ച് വണ്ടി വിൽക്കുന്ന കണക്കൊരു നാറിയ ഏർപ്പാട്, സത്യം അതൊരു പന്ന ഏർപ്പാടാണ്. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട ഞാൻ ചെയ്യുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, നിങ്ങളും അത് ചെയ്ത് കൊടുക്കരുത്. കിലോമീറ്റർ മറിച്ച് കൊടുക്കരുത്. നിങ്ങളെ ഉപജീവന മാർഗ്ഗമൊക്കെ തന്നെ ശരി തന്നെ, പക്ഷേ നമ്മൾ അറിയാതെ നമ്മൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണത്. ആ കിലോമീറ്റർ മറിച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്ന 1000, 1100 രൂപ വേണ്ടെന്ന് വെച്ചു നോക്കേ, ഒരു പ്രശ്നവുമില്ല. ആശുപത്രി കൊടുക്കേണ്ട പൈസ, ആ പൈസ നമ്മൾ ആശുപത്രി കൊടുക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് ദയവായിട്ട് ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.